ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഫ്ലോപ്പ് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും വേണ്ടത് ഈന്തപ്പഴം ക്യാരറ്റുമാണ്. അപ്പോൾ രണ്ടും 200 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈന്തപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടുക. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആദ്യം ഇതേപോലെ നടുഭാഗത്ത് മെൽട്ടായിട്ട് വരും, പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ഇതേപോലെ മെൽട്ടായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് മാത്രം നമ്മളിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ മിക്സാക്കി കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിച്ചു പോവും. ജസ്റ്റ് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് മാത്രം ഇതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി. നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കയ്യിലെല്ലാം തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ താഴ്ത്തിയിട്ട് കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതിങ്ങനെ മെൽട്ടായി വന്നോളും. നിങ്ങൾ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഡേറ്റ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചാൽ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ തിളപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ഇതേപോലെ നന്നായിട്ട് വറ്റി വരും. പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോരുത് കേട്ടോ. കുറച്ച് വെള്ളം അതിലിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് സമയം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരും. ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വനില എസൻസ് ആണ്. 2 ടീസ്പൂണ് വനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽട്ടാക്കിയിട്ട് ചേർക്കാം. ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മിക്സി ജാറിൽ ഒഴിക്കരുത് കേട്ടോ. നിങ്ങൾ മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ബട്ടർ മെൽട്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കുറേ സമയം കുത്തി ഇളക്കിയിട്ടൊന്ന് മിക്സ് ആക്കരുത് കേട്ടോ. ജസ്റ്റ് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈന്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് കാരമൽ സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിലേക്ക് 1-2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നല്ല ടേസ്റ്റിയും കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. സാധാരണ നോർമൽ കേക്കിൻ്റെ കട്ടിയിലല്ല കേട്ടോ, ഇത്രയും തിക്നെസ് വേണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാത്രം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈന്തപ്പഴം കട്ട് ചെയ്തതും നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. 45 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ചൂട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ.
അപ്പോൾ 45 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിതുപോലെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും. 45 മിനിറ്റ് ആകുമ്പോൾ ഒരു സ്റ്റിക്കോ മറ്റോ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആയിട്ടില്ല, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചൂടെല്ലാം മൊത്തം പോയതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ വിട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ അടിഭാഗമൊന്നും കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കേക്ക് ഫ്ലോപ്പ് ആവില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.